നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സസൈസ് 1.1 ക്വസ്റ്റ്യൻ നമ്പർ 1 ആയിരുന്നു ചെയ്ത് നിർത്തിയത്. നമ്മളിന്ന് ക്വസ്റ്റ്യൻ നമ്പർ 2 പോവാണ്. ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്? ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് ആർ ഓഫ് റിയൽ നമ്പേഴ്സ് ഡിഫൈൻഡ് ആസ് R is equal to ordered pair AB such that A less than or equal to B square is neither reflexive nor symmetric nor transitive എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന റിലേഷൻ എന്താണ്? എയുടെ വാല്യൂ ബിയുടെ സ്ക്വയറിനേക്കാളും ഒന്നെങ്കിൽ ലെസ് അല്ലെങ്കിൽ ഈക്വൽ ടു ആകുമ്പോൾ ഓർഡർഡ് പെയർ എ ബി നമ്മുടെ റിലേഷൻ്റെ അകത്ത് ഉണ്ടാകും. ഇതാണ് തന്നിരിക്കുന്ന റിലേഷൻ. നമ്മുടെ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലാണ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. We need to prove this relation is not reflexive, not symmetric and not transitive. Reflexive അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന റിലേഷൻ ആദ്യം എടുത്ത് എഴുതാം നമുക്ക്. ദിസ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 2 ആൻഡ് റിലേഷൻ ഇസ് R is equal to set of all ordered pair AB such that A less than or equal to B square. ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ റിലേഷൻ ഈസ് ഡിഫൈൻഡ് ഓൺ ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ ആദ്യം നമുക്ക് റിഫ്ലെക്സീവ് ആണോ അല്ലയോ എന്ന് നോക്കണം. അപ്പോൾ അതിന് വേണ്ടി വി നോ ദാറ്റ് റിഫ്ലെക്സീവ് ആണെങ്കിൽ ഓർഡർഡ് പെയർ എ എവിടെ ഉണ്ടാവും? ആറിലുണ്ടാവും. അപ്പോൾ ഈ സാധനം നമുക്ക് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ 2 നമ്പേഴ്സ് എടുക്കുന്നു. 1 ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. 1ൻ്റെ വാല്യൂ 1ൻ്റെ സ്ക്വയറിനേക്കാൾ കുറവ് അല്ലെങ്കിൽ ഈക്വൽ ടു ആയാൽ ഓർഡർഡ് പെയർ 1 എവിടെ ഉണ്ടാകും? നമ്മുടെ റിലേഷൻ്റെ അകത്ത് ഉണ്ടാകും. അപ്പോൾ 1ൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് വന്നത്. ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓർഡർഡ് പെയർ 1 എവിടെയുണ്ട്? നമ്മുടെ റിലേഷൻ്റെ അകത്ത് ഉണ്ട്. ബട്ട് ഐ എം ഗോയിങ് ടു ചെക്ക് ഓർഡർഡ് പെയർ 2 ഉണ്ടോ നോക്കാം. അതായത് 2ൻ്റെ വാല്യൂ 2ൻ്റെ സ്ക്വയറിനേക്കാളും കുറവാണോ അല്ലയോ നോക്കാം. 2ൻ്റെ സ്ക്വയർ എന്താണ്? 2ൻ്റെ സ്ക്വയർ 4 അല്ലേ? അതായത് 2 is less than or equal to 4. അത് കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓർഡർഡ് പെയർ 2 എവിടെയുണ്ട്? നമ്മുടെ റിലേഷൻ്റെ അകത്ത് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു 100 എണ്ണത്തിൽ ഇത് വാലിഡാണ്. പക്ഷേ ഒരാളിൽ ഇത് തെറ്റാണെന്ന് വരുവാണെങ്കിൽ നമുക്കത് റിഫ്ലെക്സീവ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാൻ വേറൊരു എക്സാമ്പിൾ എടുക്കുന്നു. ഇത് നമ്മുടെ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലാണ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ഐ ക്യാൻ ടേക്ക് എ ഫ്രാക്ഷൻ. ഞാൻ 1/2 എടുക്കുന്നു. നമുക്ക് ചെക്ക് ചെയ്യാം. ഈസ് 1/2 ബിലോങ്സ് ടു R ആണോ എന്ന് ചെക്ക് ചെയ്യാം. അത് Rലുണ്ടാകണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? 1/2 ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2ൻ്റെ സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. 1/2ൻ്റെ സ്ക്വയർ എന്താണ്? 1/2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/4 ആണ് അല്ലേ? 1/4. പക്ഷേ 1/4 ആണോ 1/2 ആണോ വലുത്? 1/2 അല്ലേ വലുത്. അപ്പോൾ ഈ റിലേഷൻ സാറ്റിസ്ഫൈഡ് അല്ലല്ലോ. നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/4 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ 1/2 എന്ന് പറയുന്ന ഓർഡർഡ് പെയർ എവിടെ ഇല്ല? നമ്മുടെ റിലേഷൻ്റെ അകത്ത് ഇല്ല. അപ്പോൾ റിലേഷൻ്റെ അകത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് 2 എണ്ണം ഉണ്ടെന്ന് കിട്ടി. പക്ഷേ 1/2 എവിടെ ഇല്ല? റിലേഷൻ്റെ അകത്തില്ല. അതായത് മിക്ക ഫ്രാക്ഷൻ എടുത്താലും അത് നമ്മുടെ റിലേഷൻ്റെ അകത്ത് സാറ്റിസ്ഫൈഡ് അല്ല. ഓർഡർഡ് പെയർ എ ആറിലുണ്ടെങ്കിൽ മാത്രമേ എല്ലാ എയ്ക്കും അത് സാറ്റിസ്ഫൈഡ് ആണ്. എങ്കിൽ മാത്രമേ ആ റിലേഷൻ എന്താകുള്ളൂ? റിഫ്ലെക്സീവ് ആകുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഓർഡർഡ് പെയർ 1/2 നമ്മുടെ ആറിൽ ഇല്ല എന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് അവർ റിലേഷൻ ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. റിഫ്ലെക്സീവ് അല്ല എന്ന് കിട്ടി. ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് സെക്കൻഡ് സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ സിമെട്രിക് ആകണമെങ്കിലുള്ള കണ്ടീഷൻ നമുക്കറിയാമല്ലോ. എ ബി ആറിലുണ്ട് എന്ന് എടുക്കും. തിരിച്ച് നമുക്ക് അതിൻ്റെ തിരിച്ചിടുന്നത്, അതായത് ബി എ ആറിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് റിലേഷൻ ആർ ഇസ് സിമെട്രിക്. സോ അതിന് വേണ്ടി ലെറ്റ് 2 3 ആറിലുണ്ടല്ലോ. കാര്യം എന്താണ്? സിൻസ് 2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3യുടെ സ്ക്വയർ, അത് സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ 2 3 ആറിലുള്ളത് എടുത്തത്. ഇനി
തിരിച്ച് നമുക്ക് നോക്കാം വെദർ 3, 2 ആറിലുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അങ്ങനെ പറഞ്ഞെങ്കിൽ എന്ത് വേണം? 3 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2ൻ്റെ സ്ക്വയർ ആണോ എന്ന് നോക്കണം. യെസ്, 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2ൻ്റെ സ്ക്വയർ ആണ് അല്ലേ. 2 സ്ക്വയർ ഇസ് 4. അപ്പോൾ 3 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ് അല്ലേ. 3 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ട് തന്നെ ഓർഡേർഡ് പെയർ 3, 2 എവിടെയുണ്ട്? നമ്മുടെ റിലേഷൻ്റെ അകത്തുണ്ട്. ഓക്കെ, ഇവിടെ ഇത് ട്രൂ ആണ്. ഈ കേസിൽ ഇത് ട്രൂ ആണ്. ബട്ട് ഇഫ് വി ടേക്ക് ഓർഡേർഡ് പെയർ 2, 5 നോക്കാം നമുക്ക് എന്താ വരുന്നതെന്ന്. ഓർഡേർഡ് പെയർ 2, 5 ആറിലുണ്ടല്ലോ. റീസൺ എന്താണ്? 2 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5ൻ്റെ സ്ക്വയർ ആണ്. യെസ്, അതുകൊണ്ട് ഓർഡേർഡ് പെയർ 2, 5 ആറിലുണ്ട്. പക്ഷേ നമ്മുടെ 5, 2 ആറിലുണ്ടോ നോക്കാം നമുക്ക്. എന്ത് വരും? 5 ഈസ് 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സ്ക്വയർ? നോ, ബിക്കോസ് 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണല്ലേ. 2ൻ്റെ സ്ക്വയർ 4 ആണ്. ഈ കണ്ടീഷൻ തെറ്റല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ 5 നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആയതുകൊണ്ട് തന്നെ നമ്മുടെ 5, 2 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ എവിടെയില്ല? നമ്മുടെ ആറിൽ ഇല്ല. അപ്പോൾ നമ്മൾ എടുത്തു 2, 5 ആറിലുള്ള ഒരു ഓർഡേർഡ് പെയർ എടുത്തു. പക്ഷേ 5, 2 എന്ന് പറയുന്നത് ആറിലില്ല. AB ആറിലുണ്ട്, തിരിച്ച് BA ആറിലുണ്ടെങ്കിൽ മാത്രമേ ആ ഫംഗ്ഷൻ, ആ റിലേഷനെ നമുക്ക് സിമെട്രിക് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ 2, 5 ആറിലുണ്ട്, ബട്ട് 5, 2 നോട്ട് ബിലോങ്സ് ടു R. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ട് വി ക്യാൻ കൺക്ലൂഡ്, R ഈസ് നോട്ട് സിമെട്രിക്. R എന്ന് പറയുന്ന റിലേഷൻ സിമെട്രിക് അല്ല എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ട്രാൻസിറ്റീവിൻ്റെ കേസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ 2 ഓർഡേർഡ് പെയേഴ്സ്, അതായത് ഓർഡേർഡ് പെയർ AB ആറിലുള്ളതും ഓർഡേർഡ് പെയർ BC ആറിലുള്ള 2 ഓർഡേർഡ് പെയേഴ്സ് എടുക്കുന്നു. നമുക്ക് എന്ത് വേണം? ഓർഡേർഡ് പെയർ AC ആറിലുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കതിനെ ട്രാൻസിറ്റീവ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ABയും BCയും ആറിലുള്ള 2 വാല്യൂസ് നമുക്ക് എടുക്കാം. ലെറ്റ് if A is equal to 2, B is equal to -2, C is equal to -1 എടുക്കുകയാണ്. 2 -2 എന്ന് പറയുന്നത് ആറിലുണ്ടല്ലോ. റീസൺ എന്താണ്? 2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2ൻ്റെ സ്ക്വയർ. -2ൻ്റെ സ്ക്വയർ എന്തുവാ? 4 അല്ലേ. അപ്പോൾ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറയുന്നത് സാറ്റിസ്ഫൈഡ് ആണല്ലോ. സോ 2 -2 എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേഷൻ്റെ അകത്ത് ഉണ്ട്. ആൻഡ് -2 -1 അത് നോക്കാം നമുക്ക്. -2 -1 is also belongs to R. Why? -2 is less than or equal to -1ൻ്റെ സ്ക്വയർ. -2 is less than or equal to 1. ഇതും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ -2 -1 ആറിലുണ്ടെന്ന് എഴുതിയത്. പക്ഷേ നമ്മുടെ 2 -1, അതായത് ഇവിടുത്തെ ആദ്യത്തെ ആളും ഇവിടുത്തെ അവസാനത്തെ ആളും തമ്മിലുള്ള ഓർഡേർഡ് പെയർ, അത് എവിടെയില്ല? ആറിൽ ഇല്ല. വൈ? ബിക്കോസ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് അവിടെ സാറ്റിസ്ഫൈഡ് അല്ല. അത് ഗ്രേറ്റർ ദാനേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ക്യാൻ കൺക്ലൂഡ് അവർ റിലേഷൻ R ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. തന്നിരിക്കുന്ന റിലേഷൻ ട്രാൻസിറ്റീവ് അല്ല, സിമെട്രിക് അല്ല, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോട്ട് റിഫ്ലെക്സീവ്. ഇതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B സ്ക്വയർ ആയിരുന്നു ക്വസ്റ്റ്യൻ വന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. ചെക്ക് വെദർ ദ റിലേഷൻ ആർ ഡിഫൈൻഡ് ഇൻ ദ സെറ്റ് 1, 2, 3, 4, 5, 6. തന്നിരിക്കുന്ന സെറ്റ് എന്താണ്? 1 തൊട്ട് 6 വരെയുള്ള എലമെൻറ്റ്സ് ഉള്ളൊരു സെറ്റാണ് അല്ലേ. അപ്പോൾ ഈ ആൾക്കാരെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. റിലേഷൻ എന്താണ്? B is equal to A+1 എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓർഡേർഡ് പെയർ AB നമ്മുടെ റിലേഷൻ്റെ അകത്ത് ഉണ്ടാകും. അപ്പോൾ B ഈക്വൽ ടു A+1 എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓർഡേർഡ് പെയർസ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അതായത് ആ റിലേഷൻ്റെ അകത്ത് ആരൊക്കെ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് വി നീഡ് ടു ചെക്ക് വെദർ ഇറ്റ് ഇസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ഓർ ട്രാൻസിറ്റീവ്. ഓക്കെ,
സോ തന്നിരിക്കുന്ന റിലേഷൻ എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 3 റിലേഷൻ ഇസ് R is equal to set of all ordered pair AB such that B is equal to A plus 1. 1 തൊട്ട് 5 2 3 4 5 6 ഇത്രയും പേരാണ് ആ റിലേഷൻ്റെ അകത്ത് ഉള്ളത്. ഓക്കെ, റിലേഷൻ്റെ അകത്തല്ല, നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റിൻ്റെ അകത്തുള്ളത്. നമുക്കിനി എക്ക് 1 കൊടുക്കാം. എക്ക് 1 കൊടുക്കുമ്പോൾ ബിയുടെ വാല്യൂ എന്താണ്? 1 + 1 ഇറ്റ് ഈസ് 2. ഓക്കെ, ഇനി എക്ക് 2 കൊടുക്കാം. കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റ് ഇതല്ലേ, ഇതിലുള്ള ആദ്യത്തെ ആൾ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചു ഓർഡർഡ് പെയർ 1 2 എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ ആൾ ചൂസ് ചെയ്യണം. ഇനി അതിനുശേഷം തേർഡ് എലമെൻ്റ് ആരാണ് അതിനെ ചൂസ് ചെയ്യുക. സോ ഇനി നമുക്ക് 2 എന്ന് പറയുന്ന എലമെൻറ്റിനെ ചൂസ് ചെയ്യാം. 2 കൊടുക്കുമ്പോഴത്തേക്കും എന്ത് വരും? A + 1. If A is equal to 2, if A is equal to 2, what is the value of B? 2 + 1 is 3. And like that, if A is equal to 3, what is the value of B? 4 വരും അല്ലേ. ഇനി എയുടെ വാല്യൂ 4 ആണെങ്കിൽ ബിയുടെ വാല്യൂ എന്താണ്? 5 ആണ്. സിമിലർലി ഇഫ് A is equal to 5, what is the value of B? 6 ആണ്. ഓക്കെ, പക്ഷേ നമുക്ക് ഒരാളെയും കൂടെ വേണമെങ്കിൽ എഴുതാമെന്ന് എല്ലാവരും വിചാരിക്കും. എയുടെ വാല്യൂ 6 വരുന്നു. എയുടെ വാല്യൂ 6 വരുമ്പോൾ എന്താ വരിക? ഓർഡേർഡ് പെയർ 6 7 ആണ് വരുന്നത്. പക്ഷേ ഈ 7 എന്ന് പറയുന്ന എലമെൻറ്റ് നമ്മുടെ ഈ സെറ്റിലുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 6 7 എന്ന് പറയുന്ന എലമെൻറ്റിന് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. സോ നമ്മുടെ റിലേഷൻ്റെ അകത്ത് ഇപ്പോൾ ആരൊക്കെയുണ്ട്? ഓർഡേർഡ് പെയർ 1 2 2 3 3 4 4 5 ആൻഡ് 5 6 ഇത്രയും പേര് മാത്രമേ നമ്മുടെ റിലേഷൻ്റെ അകത്ത് ഉള്ളൂ. ഇനി നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്? വി നീഡ് ടു ചെക്ക് വെദർ ദിസ് റിലേഷൻ ഇസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ഓർ ട്രാൻസിറ്റീവ്. നമുക്കറിയാം ഓർഡേർഡ് പെയർ എ എ എന്ന് പറയുന്നത് 1 R മാത്രമേ അതിനെ നമ്മൾ റിഫ്ലെക്സീവ് എന്ന് വിളിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ ആരില്ല? 1 1 ഇല്ല, ദെൻ 2 2 ഇല്ല. അങ്ങനെ ഒരു എലമെൻ്റ് എടുത്താൽ അത് അതിനോട് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഓർഡേർഡ് പെയറും തന്നിരിക്കുന്ന റിലേഷൻ്റെ അകത്ത് ഇല്ല. സോ വി ക്യാൻ സേ ദാറ്റ് അവർ റിലേഷൻ R ഈസ് നോട്ട് റിഫ്ലെക്സീവ്. R റിഫ്ലെക്സീവ് അല്ല എന്ന് നമുക്ക് കിട്ടും. ഇനി സിമെട്രിക്കിൻ്റെ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യാൻ എന്താ നമ്മൾ ചെയ്യുന്നത്? ആറിലുള്ള ഒരു എ ബി എടുക്കും. തിരിച്ച് നമുക്ക് ബി എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ആറിലുണ്ടെങ്കിലാണ് അത് സിമെട്രിക് ആകുന്നത്. ഞാൻ ആറിലുള്ള ഒരു എ ബി എടുത്തു. ഇതാ 1 2 എവിടെയുണ്ട്? നമ്മുടെ റിലേഷൻ്റെ അകത്തുണ്ടല്ലേ, 1 2 ഉണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേ, 2 1 എന്ന് പറയുന്നത് അത് തിരിച്ചിടുമ്പോൾ 2 1 എന്ന് പറയുന്ന എലമെൻറ്റ് ആറിലുണ്ടോ? ഈസ് 2 1 ബിലോങ്സ് ടു ആർ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 1 നോട്ട് ബിലോങ്സ് ടു ആർ എന്ന് എഴുതാം. സോ ആർ ഈസ് നോട്ട് സിമെട്രിക്. നമ്മുടെ തന്നിരിക്കുന്ന റിലേഷൻ എന്തല്ല? സിമെട്രിക് അല്ല. ഇനി ട്രാൻസിറ്റീവിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ 1 2 2 3 എടുക്കാം. പക്ഷെ തിരിച്ച് 1 3 എന്ന് പറയുന്ന എലമെൻറ്റ് ഇതിൻ്റെ അകത്തുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും? ദിസ് ഇസ് നോട്ട് ട്രാൻസിറ്റീവ് എന്ന് കിട്ടും. സി ഹിയർ ഓർഡേർഡ് പെയർ 1 2 ബിലോങ്സ് ടു ആർ ആൻഡ് ഓർഡേർഡ് പെയർ 2 3 ബിലോങ്സ് ടു ആർ. പക്ഷേ 1 3 എന്ന് പറയുന്ന എലമെൻറ്റ് നമ്മുടെ റിലേഷൻ്റെ അകത്തില്ല. ദെർഫോർ ആർ ഇസ് നോട്ട് ട്രാൻസിറ്റീവ്. സോ അപ്പം നമ്മുടെ തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല. ബി ഈസ് ഈക്വൽ ടു A + 1 എന്നായിരുന്നു തന്നിരുന്ന റിലേഷൻ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ റിലേഷൻ ആർ. ഇവിടെയും നമ്മുടെ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഡിഫൈൻഡ് ആസ് R is equal to ordered pair AB such that A less than or equal to B. എയുടെ വാല്യൂ ബിയുടെ വാല്യൂവിനേക്കാൾ ഒന്നെങ്കിൽ കുറവായിരിക്കണം അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ഓർഡേർഡ് പെയർ എ ബി എവിടെ ഉണ്ടാകും? നമ്മുടെ റിലേഷൻ്റെ അകത്ത് ഉണ്ടാകും. ഇതാണ് തന്നിരിക്കുന്ന റിലേഷൻ. ഇത് റിഫ്ലെക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം, ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം, പക്ഷേ സിമെട്രിക് അല്ല എന്നും പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4 തന്നിരിക്കുന്നത് എന്താണ്? set of all R such that ordered pair AB such that A less than or equal to B. R is equal to set of all AB such that A less than or equal to
ബി. നമ്മുടെ റിലേഷൻ ഈസ് ഡിഫൈൻഡ് ഓൺ ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് അല്ലേ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം, ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം, ബട്ട് സിമെട്രിക് അല്ല എന്നുമാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മളൊരു എലമെൻറ്റിനെ എടുത്തു, എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനെ എടുത്തു. ഈ എലമെൻറ്റ് ഇതിനോട് തന്നെ റിലേറ്റഡ് അല്ലേ? കാര്യം എന്താ? ഒരു എലമെൻ്റ് എടുത്താൽ അത് ഉറപ്പായിട്ടും അതിനോട് ഈക്വൽ ആയിരിക്കും. ഇവിടുത്തെ കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓർഡേർഡ് പെയർ എ ബി ആറിൽ ഉണ്ടാകുന്നത് എപ്പോഴാണ്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആകുമ്പോൾ ആദ്യത്തെ എലമെൻറ്റ് രണ്ടാമത്തെ എലമെൻറ്റിനേക്കാൾ ഒന്നെങ്കിൽ കുറവ് അല്ലെങ്കിൽ ഈക്വൽ. ഈ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലും നമ്മുടെ ഈ റിലേഷൻ്റെ അകത്ത് ഉണ്ടാകും. അപ്പോൾ ഒരു എലമെൻ്റ് എടുത്താൽ അത് അതിനോട് തന്നെ ഈക്വൽ ആണല്ലേ. അപ്പോൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നെങ്കിൽ ലെസ് ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു. അപ്പോൾ ഈക്വൽ ടു എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ, കാര്യം രണ്ട് എലമെൻറ്റ് സെയിം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ഓർഡേർഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ. ഓർഡേർഡ് പെയർ എ ബി ആറിലുണ്ടെന്ന് കിട്ടും. ഇത് എല്ലാ എകൾക്കും സാറ്റിസ്ഫൈഡ് ആണ്. ഫോർ എവറി എ ബിലോങ്സ് ടു റിയൽ നമ്പർ. സോ വി ക്യാൻ സേ ദാറ്റ് അവർ റിലേഷൻ ആർ ഇസ് റിഫ്ലെക്സീവ്. റിലേഷൻ ആറ് റിഫ്ലെക്സീവ് ആണെന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത സിമെട്രിക്കിൻ്റെ കണ്ടീഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1 2 എന്ന് പറയുന്ന എലമെൻറ്റ് നമ്മുടെ റിലേഷൻ്റെ അകത്ത് ഉണ്ടെന്ന് എടുക്കുന്നു. നമുക്ക് എന്ത് കിട്ടണം? 2 1 എന്ന് പറയുന്ന എലമെൻറ്റ് എവിടെ ഉണ്ടാകണം? ആറിലുണ്ടെന്ന് കിട്ടുവാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് സിമെട്രിക്. അപ്പോൾ ഞാൻ 1 2 എന്ന് പറയുന്ന എലമെൻറ്റ് എടുത്തത് എന്തുകൊണ്ടാണ്? സിൻസ് 1 ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ 1 2 എന്ന് പറയുന്ന എലമെൻറ്റ് ആറിലുണ്ടെന്ന് എടുത്തത് അല്ലേ. 1ൻ്റെ വാല്യൂ 2ൻ്റെ വാല്യൂവിനേക്കാൾ കുറവല്ലേ, അല്ലെങ്കിൽ ലെസ് ആകണം, ലെസ്സോ അല്ലെങ്കിൽ ഈക്വലോ ആകണം. ഇവിടെ ഈക്വൽ അല്ല, പക്ഷേ ലെസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ഓർഡേർഡ് പെയർ 1 2 ബിലോങ്സ് ടു ആർ എന്ന് കിട്ടും. ഇനി നമുക്ക് തിരിച്ചു നോക്കിയാലോ? പക്ഷെ തിരിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ? അല്ലല്ലോ, 2 നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ 2 1 എന്ന് പറയുന്ന എലമെൻറ്റ് എവിടെ ഇല്ല? നമ്മുടെ റിലേഷൻ്റെ അകത്ത് ഇല്ല. അപ്പോൾ 1 2 ആറിലുണ്ട്, പക്ഷേ 2 1 ഇല്ല. സോ വി ക്യാൻ കൺക്ലൂഡ് ആർ ഈസ് നോട്ട് സിമെട്രിക് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ട്രാൻസിറ്റിവിറ്റിയുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ ആറിലുള്ള 2 പെയേഴ്സിനെ എടുക്കണം. യെസ്, 1 2 എടുക്കുന്നു. 1 2 എവിടെയുണ്ട്? ആറിലുണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്തതാണ് അല്ലേ. അതേപോലെ തന്നെ 2 3യും ആറിലില്ലേ? ഉണ്ട്. 2 3യും ആറിലുണ്ട്. റീസൺ എന്താണ്? സിൻസ് 1 is less than or equal to 2 and 2 is less than or equal to 3. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ എന്തെടുത്തത്? 1 2 ആറിലുണ്ടെന്നും 2 3 ആറിലുണ്ടെന്നും എടുത്തത് അല്ലേ. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടുത്തെ ആദ്യത്തെ ആൾ, അതായത് ആദ്യം എടുത്ത ഓർഡേർഡ് പെയറിലെ ആദ്യത്തെ ആളും രണ്ടാമതെടുത്ത ഓർഡേർഡ് പെയറിലെ രണ്ടാമത്തെ ആയ എലമെൻറ്റും കൂടെയുള്ള ഓർഡേർഡ് പെയർ ആറിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് 1 3യും 1 ലെസ് ദാൻ 3 ആണെങ്കിൽ നമ്മുടെ ഓർഡേർഡ് പെയർ 1 3 എവിടെ ഉണ്ടാവും? ആറിലുണ്ടാവും അല്ലേ. യെസ്, 1 ലെസ് ദാൻ 3 അല്ലേ. യെസ്, വി ഹാവ് 1 ലെസ് ദാൻ 3. 1 ലെസ് ദാൻ 3 ആയതുകൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓർഡേർഡ് പെയർ 1 3 ആറിലുണ്ടെന്ന് പറയാൻ പാടില്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ ട്രാൻസിറ്റിവിറ്റിയുടെ കണ്ടീഷൻ ട്രൂ ആവുന്നുണ്ട്. 1 2 ഉണ്ട്, 2 3 ആറിലുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ആളും ഇവിടുത്തെ രണ്ടാമത്തെ ആളുമായ 1 3 ആറിലുണ്ടെന്ന് കിട്ടി. സോ വി ക്യാൻ കൺക്ലൂഡ് ആർ ഈസ് ട്രാൻസിറ്റീവ്. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. സിമെട്രിക് അല്ല, പക്ഷേ റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്. കണ്ടോ, റിഫ്ലെക്സീവ് ആയിരുന്നു ആൻഡ് ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 4 പറഞ്ഞിരുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5 പോവാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ പോലെ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ക്യൂബ് ഏകദേശം സിമിലർ ആണ്. പക്ഷേ ഇവിടെ ബി സ്ക്വയർ ആയിരുന്നത് ബി ക്യൂബ് ആയിന്നേ ഉള്ളൂ. നമ്മുടെ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലാണ് ഇത് തന്നിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, തന്നിരിക്കുന്ന റിലേഷൻ എന്താണ്? എയുടെ വാല്യൂ ബി ക്യൂബിനേക്കാൾ ഒന്നെങ്കിൽ കുറവ് അല്ലെങ്കിൽ ഈക്വൽ. ഇത് വരുവാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഓർഡേർഡ് പെയർ എ ബി ബിലോങ്സ് ടു
ആർ എന്ന് പറയാൻ പറ്റും. ഇത് റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5 തന്നിരിക്കുന്നത് എന്താണ്? R is equal to set of all ordered pair AB such that A less than or equal to BQ. നമ്മുടെ റിലേഷൻ എവിടെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? നമ്മുടെ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലാണ് റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ എന്താ ചെക്ക് ചെയ്യുക? റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ റിഫ്ലെക്സീവിന് ഞാൻ ലെറ്റ് A is equal to 1/2 എടുക്കുന്നു. ഈ 1/2 ആറിലുണ്ടോ, നമ്മുടെ റിലേഷൻ്റെ അകത്തുണ്ടോ എന്ന് നോക്കുന്നത് എങ്ങനെയാണ്? 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2ൻ്റെ ക്യൂബ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ആക്ച്വലി വാട്ട് ഇസ് ദ ക്യൂബ് ഓഫ് 1/2? 1/8 ആണല്ലേ. 1/2 ഇസ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/8. കാര്യം എന്താ? 1/2 ആണല്ലേ വലുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ട് വി ക്യാൻ റൈറ്റ്, ദിസ് ഇസ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2ൻ്റെ ക്യൂബ്. അതുകൊണ്ട് തന്നെ 1/2 എന്ന് പറയുന്ന സാധനം എവിടെയില്ല? നമ്മുടെ റിലേഷൻ്റെ അകത്തില്ല. അപ്പോൾ ഒരെണ്ണത്തിൽ തന്നെ അത് തെറ്റി. സോ R is not reflexive. R റിഫ്ലെക്സീവ് അല്ല. ഓക്കെ, ഇനി അടുത്തത് സിമെട്രിക്കിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യണം. 2 9 ഞാൻ എടുക്കുന്നു. 2 9 ഈ സാധനം ആറിലുണ്ടോ നമുക്ക് നോക്കാം. ആറിലുണ്ടോ നോക്കാം. ഓക്കെ, ഞാൻ ബിലോങ്സ് ടു ആർ എന്ന് എഴുതി. കാര്യം 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9ൻ്റെ ക്യൂബ്, ഇത് സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ബിലോങ്സ് ടു ആർ എന്ന് എഴുതിയത്. ഓക്കെ, പക്ഷേ ഈ 9 ഇസ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2ൻ്റെ ക്യൂബ് അല്ലേ. 2ൻ്റെ ക്യൂബ് എന്തുവാ? 8 ആണ്. 9ൻ്റെ വാല്യൂ 8നേക്കാൾ കുറവാണോ വരുന്നത്? അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 9 നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് 9 2 എന്ന് പറയുന്ന ഓർഡേഡ് പെയർ നമ്മുടെ റിലേഷൻ്റെ അകത്ത് ഇല്ല. ദ ഓർഡേഡ് പെയർ AB ആറിലുണ്ട്, പക്ഷെ BA ആറിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ റിലേഷൻ R ഈസ് നോട്ട് സിമെട്രിക്. അവർ റിലേഷൻ R ഈസ് നോട്ട് സിമെട്രിക് എന്ന് കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് വി നീഡ് ടു ചെക്ക് ദ ട്രാൻസിറ്റീവ് കേസ് അല്ലേ. ഞാൻ അതിന് വേണ്ടിയിട്ട് ലെറ്റ് A ഈസ് ഈക്വൽ ടു 3 എടുക്കുന്നു, B ഈസ് ഈക്വൽ ടു 3/2 എടുക്കുന്നു, ആൻഡ് C ഈസ് ഈക്വൽ ടു 4/3 എടുക്കുന്നു. ഇതൊക്കെ റിയൽ നമ്പേഴ്സ് ആണല്ലോ, ചെക്ക് ചെയ്ത് നോക്കാം. 3 എന്ന് പറയുന്നത് ഈസ് ഇറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3/2ൻ്റെ ക്യൂബ്? യെസ് ആണ്. കാര്യം എന്താണെന്ന് അറിയാമോ? 3/2ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നിയർലി 3.375. ഇത് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർഡേഡ് പെയർ AB 3/2 നമ്മുടെ റിലേഷൻ്റെ അകത്ത് ഉണ്ട്. ഇനി ഇവിടെ തുടങ്ങുന്ന ഒരാളെ എടുക്കണം. അതിനാണ് ഞാൻ 3/2, അതായത് C 4/3 എടുത്തത്. ഓക്കെ, 3/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4/3യുടെ ക്യൂബാണ്. കാര്യം നമ്മുടെ 4/3 എന്ന് പറയുന്നത് 2.37 സംതിങ് ആണ്. അതായത് സാറ്റിസ്ഫൈഡ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ C എന്ന് പറയുന്നത് 4/3 എടുത്തത്. ദാറ്റ് ഈസ് അവർ ഓർഡേഡ് പെയർ 3/2 4/3 ബിലോങ്സ് ടു R. ഞാനിപ്പോൾ എടുത്തത് AB ബിലോങ്സ് ടു ആറും BC ബിലോങ്സ് ടു ആറും ആണ് എടുത്തത്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, വി നീഡ് ടു ചെക്ക് വെദർ AC ബിലോങ്സ് ടു R ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതായത് നമ്മുടെ 3 4/3 ഇത് ചെക്ക് ചെയ്യണം. യെസ്, 3 4/3 വരണമെങ്കിൽ എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4/3യുടെ ക്യൂബ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആണോ? 4/3യുടെ ക്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.37 ആണ്. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2.37 ആണോ? അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ ഇപ്പം എഴുതിയ സാധനം തെറ്റാണ്. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4/3 ക്യൂബ്. സോ നമ്മുടെ ഓർഡേഡ് പെയർ 3 4/3
4/3 എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻ്റെ അകത്തില്ല. അതായത് എ സി എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻ്റെ അകത്തില്ല. എ ബിയും ബി സിയും ആറിലുള്ളത് എടുക്കുന്നു, തിരിച്ച് എ സി ആറിൽ കിട്ടുവാണെങ്കിൽ മാത്രമേ അത് ട്രാൻസിറ്റീവ് ആകുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവർ റിലേഷൻ ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ് എന്ന് പറയാൻ പറ്റും. ഇതായിരുന്നു നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്പർ 5. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തത് 2, 3, 4, 5 4 ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കി ഈ എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ